ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. നിയുക്ത എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ രാവിലെ 11 മണിക്ക് രാംലീല മൈതാനിയിലാണ്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് ഈ മുഖ്യമന്ത്രിയെ ഇന്നറിയാം, നാളെ അറിയാം എന്നുള്ള തരത്തിൽ. ഇന്നെങ്കിലും അറിയുമോ? ഇന്നെന്തായാലും അറിയാൻ സാധിക്കുമായിരിക്കും. നാളെയാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. കാളിദാസ്, ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇന്നൊരു നിർണായക തീരുമാനമുണ്ടാകും. ഇതിനായി BJPയുടെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. അതിന് തൊട്ടു പിന്നാലെയായിരിക്കും ഈ 48 MLA-മാരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞായിരിക്കും ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. ഇന്ന് പ്രധാനമായും BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. ഇന്ന് വൈകിട്ട് 4:30 ഒരു നിയമസഭാ കക്ഷിയോഗം ചേരും. തൊട്ട് പിന്നാലെയായിരിക്കും ഡൽഹിയിലെ BJP മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ടാവുക. ഇതിൽ പ്രധാനമായും നിരവധി പേരുകളാണ് BJP സംബന്ധിച്ചോളം, അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചോളം 1/2 ഡസനോളം പേരുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിലുള്ളത്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയും, അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ മുതിർന്ന BJP നേതാവായ സതീഷ് ഉപാധ്യായ, വീരേന്ദ്ര സച്ദേവ, വീരേന്ദ്ര ഗുപ്ത, അങ്ങനെ ഒരുപാട് പേരുകൾ, അല്ലെ 1/2 ഡസനോളം പേരുകളാണ് നിലവിൽ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിലുള്ളത്. അതുപോലെ തന്നെ പവൻ ശർമ്മ അടക്കം, അല്ലെങ്കിൽ രേഖ ഗുപ്ത അടക്കമുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കളും BJPയുടെ ഇതുപോലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലുള്ള മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിലുണ്ട്. എന്തായാലും സാധാരണയായി BJP ഒരു നിയമസഭാ പാർട്ടി യോഗത്തിന് മുമ്പ് ഈ കേന്ദ്രത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷകരെ നിയമിക്കും. ഈ നിരീക്ഷകർ ഈ വിജയിച്ച നിയുക്ത MLA-മാരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് ഒരു പേര് മുന്നോട്ട് വെക്കുക. എന്നാൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതുവരെ ഇതുപോലത്തെ അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ ഈ BJP കേന്ദ്ര നേതൃത്വത്തിനായിട്ടില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം, അല്ലെങ്കിൽ ഈ ഡൽഹിയിലെ നിയമസഭയിലേക്ക് ഈ പരിചയസമ്പന്നും യുവതി യുവാക്കളുമാണ് പ്രധാനമായും BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡൽഹിയെ സംബന്ധിച്ചോളമുള്ള ഈ പ്രബല ജാതി സമുദായ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രാതിനിധ്യവും ഈ മന്ത്രിസഭ യോഗത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനിക്കുന്നത് നിർണായകമാകും. അതുപോലെ തന്നെ നാളെയാണ് ഇതുപോലെ BJP 27 വർഷത്തിന് ശേഷം BJP ഡൽഹി പിടിച്ചെടുത്ത ആ വലിയ ചടങ്ങ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ 11 മണിയോടെ ഈ രാംലീല മൈതാനിയിൽ നടക്കും. വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഇപ്പോൾ നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി രാംലീല മൈതാനിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സൈനികർ ഉൾപ്പെടെ NSG ഉൾപ്പെടെയുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി MLA-മാർ ഇതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന, അല്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വം നടക്കുന്ന ഈ യോഗത്തിന് ശേഷമായിരിക്കും. എന്തായാലും 27 വർഷത്തിന് ശേഷം BJP ഡൽഹി അധികാരത്തിലേക്ക് കയറുകയാണ്. മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം. ഇന്നിപ്പോൾ ആ മുഖ്യമന്ത്രി ആരെന്നുള്ളത് അറിയാൻ സാധിക്കും. ആ സസ്പെൻസ് ഇന്ന് BJP പൊളിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.